നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 307th day. Today 78th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 307 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 78ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 78ാമത്തെ ശ്ലോകം. ഓം തത്സത്. അന്ധകൂപേ സ്നേഹപാശീർ ബദ്ധപങ്കുരഹം ഷടാ കർമ്മണാപതിതോ നൂനം മാമുദ്ധരദയാനിധേ. അന്ധകൂപേ സ്നേഹപാശീർ ബദ്ധപങ്കുരഹം ഷടാ കർമ്മണോപതിതോ നൂനം മാമുദ്ധരദയാനിധേ. ഓം തത്സത്. ആത്മദേവൻ വീണ്ടും പറയുകയാണ്, വനത്തിൽ ചെന്ന് തനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിസ്തരിച്ച് അരുളി ചെയ്താലും എന്ന് മകനോട് പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഗോകർണനോട് പറയുകയാണ്. അന്ധകൂപം, ഇരുട്ട് നിറഞ്ഞ കിണറ്റിൽ വീണ് കിടക്കുന്ന എന്നെ, സ്നേഹപാശമാകുന്ന ഇരുട്ടുകൊണ്ട് ബന്ധനമാകുന്ന ഈ ലോകത്ത് ബന്ധിച്ച് നിൽക്കുന്ന എന്നെ, മുടന്തനും മൂഢനുമായ എന്നെ, അതായത് പങ്കു എന്നാൽ മുടന്തൻ, അഹം ഞാൻ, ഷഡൻ മൂഢൻ ആയിട്ടുള്ള എന്നെ, എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ഇങ്ങനെ പതിച്ചു കിടക്കുന്ന പതിതോ നൂനം, എന്നെ എത്രയും വേഗം ഉദ്ധരിച്ച് എനിക്ക് നന്മ പറഞ്ഞു തന്നാലും, എന്നെ സമുദ്ധരിച്ചാലും, ഈ അന്ധകൂപത്തിൽ വീണ് കിടക്കുന്ന ബന്ധനങ്ങളാകുന്ന, സ്നേഹപാശമാകുന്ന ബന്ധനത്തിലാകുന്ന ഈ ഇരുട്ട് നിറഞ്ഞ കിണറ്റിൽ വീണ് കിടക്കുന്ന മൂഢനുമായ എന്നെ എത്രയും വേഗം ഉദ്ധരിച്ചാലും എന്ന് ആത്മദേവൻ തൻ്റെ മകനോട് പ്രാർത്ഥിക്കുകയാണ്. തെറ്റുകൾ പറ്റുന്നത് സാധാരണമാണ്. എന്നാൽ അതിൽ നിന്ന് എത്രയും വേഗം നാം ഉയർന്നു വരുവാനുള്ള ശ്രമം വേണം. തൻ്റെ മകനല്ലേ ഇവൻ പറഞ്ഞത്, ഞാൻ എന്തിനാണ് കേൾക്കുന്നത് എന്നല്ല ആത്മദേവൻ കരുതിയത്. പണ്ഡിതനായ തൻ്റെ മകൻ തനിക്ക് പറഞ്ഞു തരുന്നത് നല്ലതാണ്, അത് ഞാൻ കേൾക്കണം. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ മാതിരി കേട്ട് ഞാൻ വനത്തിലേക്ക് പോകാം. എന്തൊക്കെയാണ് വനത്തിൽ വെച്ച് ചെയ്യേണ്ടത്? ഇത്രയും മുടന്തനും മൂഢനുമായ എന്നെ നീ എത്രയും വേഗം ഈ കിണറ്റിൽ നിന്നും, സംസാര കിണറ്റിൽ നിന്നും, അന്ധമായ സംസാര കിണറ്റിൽ നിന്നും മോചിപ്പിച്ചാലും എന്ന് വിവേകത്തോടു കൂടി പറയുകയാണ്. ഒരു മനുഷ്യന് തെറ്റു പറ്റാവുന്നതാണ്. എന്നാൽ ആ തെറ്റിൽ നിന്നും കരകയറാനുള്ള മാർഗം അവൻ ചിന്തിക്കേണ്ടതാണ്. അതിനുള്ള മാർഗം ലഭിച്ചാൽ എത്രയും വേഗം അത് പിടിച്ച് കയറി രക്ഷപ്പെടേണ്ടതാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം തത്സത്. അന്ധകൂപേ സ്നേഹപാശീർ ബദ്ധപങ്കുരഹം ഷടാ കർമ്മണാപതിതോ നൂനം മാമുദ്ധരദയാനിധേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ.